ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാബിറ്റ്സ് ഓഫ് കിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ പറയുകയാണെങ്കിൽ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ വന്നിട്ട് പത്ര ഒരു മാസത്തോളമായി. അപ്പോൾ ലീവ് ഉണ്ട്, ഓണല്ലേ. അപ്പോൾ ലീവ് ഇല്ല, പക്ഷെ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും കേജിയും ആദ്യം ഉണ്ട് കേട്ടോ, 3 ആളുണ്ട്. ആര്യ കുറച്ച് മുന്നേ 2 ദിവസം മുന്നേ പോയിരിക്കണം. അപ്പോൾ അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പോയി സർപ്രൈസ് ചെയ്യാനാണ് ഗൈസ് നമ്മളുടെ പ്ലാന്. സർപ്രൈസ് കേൾക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ നാളെ രാവിലെ വിളിക്കും. എന്താ പറയുക, ക്ലാസ്സിന് പോകണില്ല ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ബട്ട് വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു അവോയ്ഡ് ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. ധർമ്മപുരം എത്താനായിട്ടോ, ഒന്നും കഴിച്ചില്ല. കഴിച്ച് 3 കഴിച്ച് ഇവിടെ നിന്ന് ട്രെയിനിൽ നിന്നൊന്നും കഴിക്കേണ്ട അച്ഛക്കാണ്. അറിയില്ല എന്താവും. ഉച്ച 4 മണിക്കേ വരെ, 4 മണിക്ക് എത്തുള്ളൂ. അതുവരെ അങ്ങനെ അമ്മൂടെ അച്ഛനോട് നുണ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞുള്ളത് ഉച്ചയ്ക്ക് ക്ലാസ്, അതുകൊണ്ട് കിടന്ന് ഉറങ്ങാണ്, അതുകൊണ്ട് വീട്ടിൽ കൂടെ വിളിക്കണമെന്നാണ് പറഞ്ഞത്. അടുത്ത വിളിക്കാൻ എന്താ പറയുക ആലോചിച്ചിട്ട് ഒരു എടുത്തും കിട്ടണില്ല. അയ്യോ, നോക്കി വെക്കാം. ഗൈസ് വിശക്ക പറഞ്ഞിട്ട് ഇതാ ഒരു മാഡാംഗ്ലൂസും ഒരു ഫ്രൂട്ട് കേക്കും മേടിച്ചിട്ടുണ്ട്. ഇത് തിന്നട്ടെ. ആദ്യം ഞങ്ങൾ ആദ്യത്തോടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫുഡ് കഴിക്കാനാണ് വേണ്ടിയിട്ട് പോകണത്. ഉള്ള നെയ്യുള്ള ചാളൊക്കെ കിട്ടിയിട്ട് അത്ര. പിന്നെ അങ്ങോട്ട് പോവാലോ. നല്ല ചൂട് തേങ്ങ ചമ്മന്തി വിച്ചുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പപ്പടം ഉണ്ടാവും, അച്ചാറുണ്ടാവും. കൂട്ടിയൊരു പിടുത്തം പിടിക്കണം. സ്പീഡിലൊഴിക്കാൻ അറിയോള്. വേഗം എത്തിയാൽ മതി. ഇപ്പം ചത്ത് ഇതിനുള്ളിൽ നിന്ന് ചൂട് എടുത്തിട്ടും വിശന്നിപ്പം അറിയാം. കുടുകുടു ഇന്നപ്പം ഇതിൻ്റെ ചൂടാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ വേർത്തിട്ട് ഇത് കൂടിയിട്ട് എങ്ങനെ ടീച്ചോ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് അഭിനയിച്ചിറങ്ങുന്ന ഒരാളെ കണ്ട്. ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അവിടെ സീറ്റ് കൊടുക്കണം. അപ്പോൾ ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവള് കണ്ണടച്ച് കിടന്നിറങ്ങണമെങ്കിൽ അഭിനയിക്കുകയാണ് കൈസ്. അതെ അതെ, കണ്ണടച്ചിട്ട് അവള് കിടന്നിറങ്ങണമെങ്കിൽ. ഞാൻ അമ്മയ്ക്ക് വിളിച്ചിട്ടാ, പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവുമ്പോൾ ഇത്ര റഷായിട്ടാണ് ഇവിടെ ട്രെയിനൊക്കെ ഒത്തിരി പോലും അമ്മയ്ക്ക്. പക്ഷെ അമ്മോട് ഞങ്ങളിവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലാട്ടെ. ഞാൻ വരുന്നുണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഇവരോടൊക്കെ പറഞ്ഞു. ഞാൻ പറയാണ് വരുന്നുണ്ടെന്ന് മനസ്സിലാവും വിചാരിച്ചിട്ട്, പക്ഷെ മനസ്സിലായില്ല. ഫസ്റ്റ് ആദ്യത്തോടേക്ക് പോകണമെന്നുണ്ട്. പറ്റണമെങ്കിൽ എന്തായാലും പോകും. ഈ വാർത്ത എടുത്തിട്ട് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടാണ്. ഉറങ്ങാണ് ഗൈസ്. അപ്പോൾ 54 കിലോമീറ്ററും കൂടി ഉള്ളത് കൂടി കഴിഞ്ഞാൽ തൃശ്ശൂർ എത്തും. തൃശ്ശൂർ നേരെ ആദ്യൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ടൊന്ന് സെറ്റായിട്ട് ഫുഡ് കഴിക്കുക, നേരെ ഞങ്ങളെ വീട്ടിലേക്ക്. സന്തോഷം. ആഫ്റ്റർ 1 month ബാംഗ്ലൂരിൽ നിന്ന് വന്നതെന്ന് അറിയിക്കാൻ വേണ്ടി ലിപ്സ്റ്റിക് ഇടണ 2 എണ്ണത്തിനെയാണ് കാണുന്നത്. ഇട്ടിട്ടില്ല. We are landed on തൃശ്ശൂർ. അയ്യോ, നടക്കാൻ വയ്യ. ഓട്ടോ അടിച്ച് ഈ ബാഗ് താങ്ങിയിട്ട് നടക്കാനുള്ള ശക്തി ഇല്ല. ശക്തി നടക്കുള്ളൂ, എന്നാലും കുറച്ചാ 12 മിനിറ്റ് നടക്കാണ്ട്. 12 മിനിറ്റ് ഞങ്ങൾ ഓട്ടോ വിളിച്ച്. ഇനിയിപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ എന്തായാലും ആദ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഫോൺ കുത്തി വെച്ചിട്ട് വേണം എടുക്കാൻ. ഞാൻ അവളുടെ അമ്മയുടെ ഉണ്ണിയുടെ എക്സ്പ്രഷൻ എടുക്കണമെങ്കിൽ പൈനുള്ളതപ്പോൾ. അപ്പോൾ അവിടെ എത്തിയിട്ട് വിളിക്കാം. കാണാട്ടാ. അപ്പോൾ ഈ ആദ്യൻ്റെ അവിടേക്കുള്ള വഴി പൊക്കോണ്ടിരിക്കാനിതാ. അവിടെ ചെന്നിട്ട് ഓൾ ഉണ്ണിയുടെ എക്സ്പ്രഷൻ എനിക്ക് വേണ്ട എടുത്തരാട്ടോ. അതൊക്കെ ഇറങ്ങ്. വരുടെ നമ്മളെ താരം. എന്തിനക്ക് നാണായ
ഗൈസ് ഇതാണ് ആദുവിന്റെ വീട്. ഗൈസ് ആദുവിന്റെ അമ്മ ദാ ഞങ്ങൾക്ക് സുഭിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വായിലൊക്കെ വെള്ളം വേണ്ടിട്ട് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിഞ്ഞ് 3 മാസമായി കിട്ടും. നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയിരുന്നു. ഏറ്റവും കുടിച്ച് എന്തൊക്കെ കാബേജ് ഉപ്പേരി, ഉള്ളിച്ചമ്മന്തി, എന്താണ് തേങ്ങാ ചമ്മന്തി, കുഞ്ഞമത്തി, കുഞ്ഞാളക്കറി, പിന്നെ പരിപ്പ് കറി, പിന്നെ മീൻ വറുത്തത്, പപ്പടം, അച്ചാർ, ഉപ്പേരി കൊണ്ടു. ഇനി നേരെ വീട്ടിൽ പോവാണ്. അവിടെ പോയിട്ട് അവിടുന്ന് സർപ്രൈസ് ചെയ്യാൻ. സർപ്രൈസ് ആയാൽ മതി. അത് ഇന്നാണ്ട് അവിടുന്ന് ഓടിക്കാണ്ടിരുന്നാ മതിയെന്ന്. ശരിയാണ്, ഞാൻ അവിടെ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരേണ്ടി വരും. അതെ, കാലങ്ങൾക്ക് ശേഷം ചക്കരക്കുളത്തിന്റെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വിബ്യാട്ടൻ വരാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഏട്ടൻ വന്നിട്ട് നേരെ പോവും. ഒരു തെളിച്ചും ഗൈസ്. ഇവിടെ എത്തിയെന്നെയാണ്. യെസ്, അതെ എത്തിയെന്നെയാണ് ഗൈസ്. ഞാൻ ഓട്ടോറിക്ഷയിൽ വന്ന് വിച്ചു ഏട്ടൻ്റെ പണ്ട് പോയിട്ടോ. ഞാന് അത് വിച്ചാ വരണ്ട. ഞാൻ ഓട്ടോറിക്ഷയിൽ വന്ന് പോയോ. ഞാൻ അവിടെ ഓട്ടോറിക്ഷയിൽ നിർപ്പിച്ച് നിന്നിട്ട് നടന്നു. അപ്പൊ സർപ്രൈസ് ആയി ഗോയ്സ്. റിയാക്ഷൻ എല്ലാരും വന്നു. അവിടെ പാരുചിയ ക്ലാസ് ഉണ്ടാവും. എല്ലാവരും ലീവ് എടുത്ത് വന്നു. ഞങ്ങള് വീട്ടിൽ പോവാണ്. ആരും അറിഞ്ഞ ഹായ് ആരും അറിഞ്ഞിട്ടില്ലത്. ഞാൻ ട്രെയിനില് ആരും അറിഞ്ഞില്ല. ഞാനേ ഫ്രണ്ട്സ് ആന്നോ, ഞാൻ വേഗമൊക്കെ ആയിട്ട് വന്ന് സർപ്രൈസ്. അയ്യോ ആ റിച്ചു സുഖല്ലേ? എങ്ങനെ ട്രെയിനില് എല്ലാവരും സർപ്രൈസ്. എല്ലാവരും സർപ്രൈസ് ആയി ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും സർപ്രൈസ് ആയി. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒക്കെ വാങ്ങിച്ചിട്ട് വയ്യ ബാഗ് ഇട്ടിട്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന. അപ്പം എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കൂടും.